തൃശൂർ ഇരിങ്ങാലക്കുടയിലെ ടൗൺ കോർപ്പറേറ്റീവ് ബാങ്കിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി റിസർവ് ബാങ്ക്. ബാങ്കിന്റെ ഭൂരിഭാഗം സാമ്പത്തിക ഇടപാടുകളും 6 മാസത്തേക്ക് മരവിപ്പിച്ചു. KPCC സെക്രട്ടറി MP ജാക്സൺ ചെയർമാനായ ബാങ്കിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്തെ തന്നെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇന്നു മുതലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. കോൺഗ്രസ് നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ MP ജാക്സൺ നേതൃത്വം നൽകുന്ന ബാങ്കിനെതിരെ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ബാങ്കിന്റെ ഭൂരിഭാഗം സാമ്പത്തിക ഇടപാടുകളും 6 മാസത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടാണ് RBIയുടെ നിയന്ത്രണങ്ങൾ. 10 രൂപ പോലും ഉദാഹരണത്തിന് ലഭിക്കാത്ത ഒരു വസ്തുവിന് 10,000 രൂപ ലോൺ കൊടുത്താൽ തീർച്ചയായിട്ടും അവർ മടക്കി അടക്കില്ല. അങ്ങനെ അടയ്ക്കാതെ വരുന്ന ഭൂമികൾ ബാങ്ക് ലേലം പിടിച്ചു കഴിയുമ്പോൾ ഈ മുടക്കവും പലിശയെല്ലാം കൂട്ടി 10 ലക്ഷം രൂപ വരെ വന്നിട്ടുണ്ടാകണം. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ബാങ്ക് പിടിച്ചിട്ട ഈ ഭൂമികൾ തിരിച്ച് ബാങ്കിന് വിൽക്കാൻ സാധിക്കില്ല. ലോൺ എടുത്തതിനോ വിറ്റാൽ പോലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലോൺ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ 238 കോടി രൂപയുടെ വസ്തുവാണ് ബാങ്ക് പിടിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 50 കോടി രൂപ ഡെപ്പോസിറ്റായി സ്വീകരിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു മോചനം കിട്ടുള്ളൂ. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 35A അനുസരിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പ്രകാരം നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും ലോൺ അനുവദിക്കുന്നതിനും അടക്കം ബാങ്കിന് തടസ്സമുണ്ട്. പ്രതിസന്ധികൾ പരിഹരിക്കും വരെ ഓരോ നിക്ഷേപകനും പരമാവധി 10,000 രൂപ മാത്രമാകും 6 മാസത്തിനിടയിൽ പിൻവലിക്കാനാവുക. ക്രമരഹിതമായി വായ്പകൾ നൽകിയതും രാഷ്ട്രീയ പ്രേരിതമായി ബാങ്കിനെ ഉപയോഗിച്ചതുമടക്കം വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായാണ് ബാങ്കിനെതിരായ ആരോപണം. ഇതു സംബന്ധിച്ച RBI മുന്നറിയിപ്പ് കൂടി എത്തിയതോടെ നിരവധി നിക്ഷേപകരാണ് ഇന്ന് ബാങ്കിലേക്ക് എത്തിയത്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ നമുക്കൊരു 4-5 ആളുടെ ഡെപ്പോസിറ്റ് ഉണ്ട്. എൻ്റെ മക്കൾ, ഭാര്യ, മരുമകളടക്കം. അതൊരു നല്ല സംഖ്യ ഉണ്ട്. അത് ഈ അടുത്ത മാസം പിൻവലിക്കാൻ നിൽക്കുകയായിരുന്നു കാറ് വാങ്ങിക്കാൻ വേണ്ടി. അതിനിപ്പോൾ പിൻവലിക്കാൻ പറ്റില്ല. 10,000 രൂപ വെച്ച് കിട്ടുള്ളൂ എന്നവർ പറയണേ. എല്ലാവരും ആശങ്കയിലാണ്. കാരണം 5 ലക്ഷം ഒന്നല്ല, അതിലും അപ്പുറമാണ് നമ്മുടെയൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ റിന്യൂ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. അപ്പം ഇന്നിപ്പോൾ ഒരു 10,000 രൂപ മേടിച്ചിട്ടാണ് നമ്മൾ പോണത്. വലിയൊരു എന്താ പറയുക, ഒരു സംഭവമായി തോന്നുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളാരും. ഈ ബാങ്കിൽ കൊണ്ടുവന്നിട്ടത് കരുവന്നൂർ ബാങ്കിൽ ഇട്ടിരുന്നത് അത് അവിടെ പൊളിഞ്ഞു. അപ്പോൾ കുറച്ചൊക്കെ അവിടെ നിന്ന് കിട്ടിയപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ടു. ഇപ്പോൾ ഒരു ആവശ്യം വന്നാൽ 10,000 കിട്ടണല്ലോ, വേറെ ഒന്നും കിട്ടാത്ത രീതിയിലായി മാറി. അവർ 10,000 തരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. വേറെ ഇനി എന്നൊക്കെ നേരെയാവും എന്ന് യാതൊരു പിടിപാടുമില്ല. അപ്പോൾ ജനങ്ങളുടെ പണം മേടിച്ച് സുഖമായിട്ട് ഇത്ര കാലം കഴിഞ്ഞുകൂടി ജനങ്ങളെ പറ്റിക്കാവുന്ന ഒരു പരിപാടിയാണ് എല്ലാ ബാങ്ക് കോപ്പറേറ്റീവുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയണം. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാന അർബൻ ബാങ്കുകളിൽ ഒന്നായ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ കഴിഞ്ഞ 39 വർഷമായി കോൺഗ്രസ് നേതാവ് MP ജാക്സനാണ് ചെയർമാൻ. നിലവിലെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 71 കോടി രൂപയാണ് സ്ഥാപനത്തിന്റെ കടബാധ്യത. ഇത് മറികടന്ന് 50 കോടി രൂപയുടെ സാമ്പത്തിക ലാഭം നേടിയാൽ മാത്രമാകും പഴയ നിലയിൽ സ്ഥാപനത്തിന് പ്രവർത്തിക്കാനാവുക. അതേസമയം RBI നിയന്ത്രണങ്ങൾ താൽക്കാലികമാണെന്നും നിക്ഷേപകർക്കും സഹകാരികൾക്കും യാതൊരു നഷ്ടവും ഉണ്ടാകില്ല എന്നുമാണ് അധികൃതരുടെ വിശദീകരണം. ബാങ്കിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ RBI നിയന്ത്രണങ്ങൾ ഇല്ലാതാകുമെന്നും അനാവശ്യ പ്രചരണങ്ങൾ നടത്തുന്നത് ബാങ്കിന്റെ ശത്രുക്കളാണെന്നും ചെയർമാൻ MP ജാക്സൺ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം.